This is a much-awaited event in every student's life as it gives the returns to the efforts put in by them throughout their academic endeavor. It gives a sense of achievement and a sense of responsibility towards fulfilling further commitments. It gives me immense pleasure to welcome you all to this cultural event and convocation function of Kamakodi Yajurveda Pathshala. Along with the preservation of our dharma, a small attempt to perform various cultural art forms have also been taken a part. Hope the blessings of all the distinguished personalities gathered here will always be with us. Let's begin this auspicious occasion with a prayer. May I invite Harinarayanan, Saget, Krishnadev, Devan, Sridat and Veda Padmanabhan to invoke the Almighty. Ladies and gentlemen, I request all to take part in this invocation. Thank you, my dear friends. My duty is to introduce the guests and invite to the stage. With great pleasure, I invite Sri Pandal Vaidigan Damodaran Nambudiri to make this function fortunate. Sri Damodaran Nambudiri, please come. We gladly invite Srimati Savitri Andarjanam to make this function cheerful. Srimati Savitri Andarjanam, please come. With great pleasure, I invite Sri Kudamidi K. Nambudiri to make this function fortunate. Sri K. Nambudiri, please come. K. Vasudev Nambudiri, please come. I joyfully invite Sri Talapana Narayanan Nambudiri to make this function fortunate. Sri Narayanan Nambudiri, please come. Our parents are the strength and support of this Vedic system. Most importantly, on behalf of the Pathshala, I would like to extend a cheerful welcome to our Pathshala family members, including the administrative committee members, our teachers, respectful parents, our chief chef, the helping hand, our lovable and handsome students and other relatives. Once again, welcome to all. Thank you. അടുത്തതായി ശ്യാം ശങ്കർ, നാരായണൻ, ശ്രീവാസുദേവ്, ഘനശ്യാം, ആദിത്യൻ, വിശാഖൻ, പത്മനാഭൻ, വരുൺ, വിദ്യുത് ശങ്കർ, ശ്രാവൺ, ദേവനാരായണൻ എന്നിവർ വേദാർത്ഥ വിചിന്തനത്തിനായി വേദിയിൽ. പരബ്രഹ്മം സൃഷ്ടിക്കുള്ള ഇച്ഛയുണ്ടാകുമ്പോൾ ഈശ്വരനായി സൃഷ്ടിമുഖമായി പ്രപഞ്ചം തന്നെ ആകാരമായി പ്രകാശിക്കുമ്പോൾ ഹിരണ്യഗർഭനായി പിന്നീട് വിരാട് പുരുഷനായി മാറി ആദ്യ ജീവനായ ബ്രഹ്മാവ് അഥവാ പ്രജാപതി അനുഷ്ഠിച്ച മാനസയജ്ഞത്തിൽ നിന്നാണ് ഈ പ്രപഞ്ചവും സമസ്ത ജീവജാലങ്ങളും ഉണ്ടായത് എന്നാണ് വൈദിക മതം. ഭൂമിയിൽ നാം കാണുന്ന ജീവികളുടെ എല്ലാം ശിരസ്സുകളും കണ്ണുകളും കാലുകളും ആ വിരാട് പുരുഷന്റെ അല്ലാതെ മറ്റാരുടേതുമല്ല. ഭൂമിയും ആകാശവും വ്യാപിച്ച് എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ആ പുരുഷനെയാണ് ഈ കാണുന്നതെല്ലാം ഉണ്ടാവുന്നതും സ്ഥിതി ചെയ്യുന്നതും ലയിക്കുന്നതും. കൃഷ്ണയജുർവേദ തൈത്രീയ ആരണ്യകത്തിലെ
10ാമത്തെ പ്രഭാഷകമായ മഹാനാരായണോപനിഷത്തിലെ 13ാമത്തെ അനുവാകമായ നാരായണ സൂക്തത്തിൽ ആ വിരാട് പുരുഷനെ നാരായണനായി പറഞ്ഞുകൊണ്ട് അതിൻ്റെ സ്വരൂപത്തെയും മഹാത്മ്യത്തെയും വാഴ്ത്തുന്നു. സഹസ്രശീർഷം ദേവം വിശ്വാക്ഷം വിശ്വസംഭുവം വിശ്വം നാരായണം ദേവമക്ഷരം പരമം പദം. ഈ വിശ്വം പരമപുരുഷൻ തന്നെയാകുന്നു. അതിനാൽ തന്നെ അവൻ അനേകം ശിരസുകളോട് കൂടിയവനും പ്രകാശസ്വരൂപനും അനേകം കണ്ണുകളോട് കൂടിയവനും വിശ്വസംഭവം ലോകത്തിന് മംഗളത്തെ നേരുന്നവനും പ്രപഞ്ചം തന്നെ ആകാരമായി വിളങ്ങുന്നവനും നാരായണം പ്രാണിവർഗത്തിന് പ്രഭുവായിരിക്കുന്നവനും ഇന്ദ്രാദി ദേവന്മാരുടെ രൂപത്തിൽ ശോഭിക്കുന്നവനും അക്ഷരം നാശമില്ലാത്തവനും സർവോത്കൃഷ്ട സ്ഥാനമായിട്ടുള്ളവനുമായി തീരുന്നു. വിശ്വപരമാം നിത്യം വിശ്വം നാരായണം ഹരിം വിശ്വമേവേദം പുരുഷസ്തദ്വിശ്വമുപജീവതി. ജഗത്താകുന്ന ജഡവർഗത്തേക്കാൾ ഉത്കൃഷ്ടനായവനും നിത്യം നാശരഹിതനും സർവാത്മകനും ഹരി ഉപാസകന്മാരുടെ അജ്ഞാനത്തെയും പാപത്തെയും ഹരിക്കുന്നവനും ആണ് അവിടുന്ന്. അജ്ഞാനദൃഷ്ടിയാൽ കാണപ്പെടുന്ന ഈ ജഗത്തെല്ലാം തത്വദൃഷ്ടിയാൽ അങ്ങു തന്നെയാകയാൽ ഈ സർവജഗത്തും പരമാത്മാവായ അങ്ങയെ ആശ്രയിച്ച സ്ഥിതിയോടുകൂടിയതായിരിക്കുന്നു. പതിം വിശ്വസ്യാത്മേശ്വരൗ ശാശ്വതൗ ശിവമച്യുതം നാരായണം മഹാജ്ഞേയം വിശ്വാത്മാനം പരായണം. ജഗത് പരിപാലകനും വിശ്വസ്യപതി ലോകത്തിൻ്റെ നാഥനും ആത്മേശ്വരം ജീവാത്മാക്കളുടെ ഈശ്വരനും ശാശ്വത ഭൂതഭവിഷ്യവർത്തമാനകാലങ്ങളിൽ വർദ്ധിക്കുന്നവനും ശിവ മംഗളസ്വരൂപനും വികാരരഹിതനും നാരായണ മനുഷ്യരെ ആശ്രയമാക്കി അന്തര്യാമി രൂപേണ വർദ്ധിക്കുന്നവനും മഹാജ്ഞേയ അറിയേണ്ടതിൽ വച്ച് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളവനും പരായണം ഉത്കൃഷ്ടമായ പ്രാപ്യസ്ഥാനവുമാണ് അന്ന്. നാരായണ പരം ബ്രഹ്മതത്വം നാരായണ പരാ നാരായണ പരോ ജ്യോതിരാത്മാ നാരായണ പരാ. നാരായണൻ ഉപനിഷത്തുകളിൽ പ്രതിപാദിക്കുന്ന പരബ്രഹ്മമാകുന്നു. ശ്രുതി സ്മൃതി പുരാണങ്ങളിൽ പ്രതിപാദിക്കുന്ന പരം ജ്യോതിഷും നാരായണനാകുന്നു. സൂര്യചന്ദ്രാദികൾ കൂടി പ്രകാശമരുന്ന പരം ജ്യോതിഷും നാരായണനാകുന്നു. സർവോത്തമനായ നാരായണൻ തന്നെയാകുന്നു ആത്മാവായവൻ. ഈ ജഗത്തിൽ എന്തെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ടോ അതിൻ്റെ എല്ലാം പുറത്തും അകത്തും വ്യാപിച്ച് നാരായണൻ സ്ഥിതി ചെയ്യുന്നു. അനന്തമൗര്യയം കവിയും സമുദ്രേന്ദ്രം വിശ്വതോമുഖം പത്മാകോശപ്രതീകാശോ ഹൃദയം ചാപ്യധോമുഖം. ഈ മന്ത്രത്തിൽ രണ്ടാശയങ്ങളെ പറഞ്ഞ് വിവരിക്കുന്നു. ആരെയാണ് ധ്യാനിക്കേണ്ടതെന്നും എവിടെയാണ് ധ്യാനിക്കേണ്ടതെന്നും. അവസാനമില്ലാത്തവനും നാശമില്ലാത്തവനും കവി എല്ലാം അറിയുന്നവനും വിശ്വസംഭവം ലോകമംഗളകാരിയായ നാരായണനെ ധ്യാനിക്കണം. താമരപൊട്ടിന് തുല്യമായതും താഴോട്ട് മുഖമുള്ളതുമായ ഹൃദയത്തിൽ ധ്യാനിക്കണം.
മനുഷ്യൻ ബാഹ്യസുഖങ്ങളിൽ ഭ്രമിച്ച് ഭൗതിക വിഷയങ്ങളിൽ ആസക്തനായിരിക്കുമ്പോൾ രാത്രിയിലെ താമരമട്ടെന്ന പോലെ ഹൃദയം അധോമുഖമായിരിക്കും. പിന്നീട് അവൻ ആധ്യാത്മിക വിഷയങ്ങളിൽ തത്പരനായി സർവേശ്വരനെ ധ്യാനിക്കുവാൻ തുടങ്ങുമ്പോൾ സൂര്യോദയത്തിലെ താമരമട്ടെന്ന പോലെ ഹൃദയം ആധ്യാത്മിക സൂര്യനിൽ നിന്നുള്ള പ്രകാശത്തെ സ്വീകരിക്കുവാൻ വികാസത്തെ പ്രാപിക്കുന്നു. ഹൃദയന്ദദ്വിയാനീയാദ്വിശ്വന്നാരായണോ ഹരിം അധോഹികാവികസ്യാന്തേനാഭ്യാമുപരിതിഷ്ഠതി. ഇതിൽ ഹൃദയത്തിന്റെ സ്ഥാനം എവിടെയെന്ന് വ്യക്തമാക്കുന്നു. കഴുത്തിൽ നിന്ന് ഒരു ചാൺ താഴെ നാഭിക്ക് മുകളിലായി സ്ഥിതി ചെയ്യുന്ന ഹൃദയം വിശ്വാത്മാവിന്റെ ശ്രേഷ്ഠമായ സ്ഥാനമേറണം. സന്തതൗ ശിരാഭിസ്തുലം ഗത്യാകോശസന്നിഭം തസ്യാന്തേ സുഷിരൗ സൂക്ഷ്മം തസ്മിൻ സർവം പ്രതിഷ്ഠിതം. ആഘോഷസന്നിഭം താമരമുട്ടിന് തുല്യമായ ഹൃദയമാകട്ടെ ചുറ്റും നാടിയാൽ ആവർത്തമായി തൂങ്ങിക്കിടക്കുന്നു. അതിൻ്റെ മധ്യത്തിൽ ഒരു സൂക്ഷ്മമായ ദ്വാരമുണ്ട്. അതിലാണ് എല്ലാം നിലനിൽക്കുന്നത്. ജ്വാലാകുലം ഭാവിശ്വസ്യായതനം മഹൈ തസ്യ മധ്യേ മഹാരണ്യൗശ്വാച്യൗശ്വോംഖാഃ. ഹൃദയം സ്ഥിതി ചെയ്യുന്ന ആ പ്രദേശത്ത് ബ്രഹ്മാണ്ടത്തിന് ആധാരമായ പരബ്രഹ്മം ജ്വലിക്കുന്ന പ്രകാശ പരമ്പരയായി വിളങ്ങുന്നു. അതിൻ്റെ മധ്യത്തിൽ ശ്രേഷ്ഠമായ അഗ്നി വർത്തിക്കുന്നു. ആ അഗ്നി അനവധി ജ്വാലകളോടുകൂടി സർവനാടികളിലും പ്രവഹിക്കുന്നതിനാൽ ബഹുവിധ മുഖമാർന്നതാകുന്നു. കേരളീയ സമ്പ്രദായത്തിൽ മാത്രമുള്ള ഈ ഋക്കിന് കൂടൽമാണിക്യസ്വാമിയുമായി വളരെയധികം ബന്ധമുണ്ട്. ഇരിങ്ങാലക്കുട ഗ്രാമത്തിലെ ചോർലി ഗൃഹത്തിൽ ഒരു പ്രസിദ്ധ വേദശ്രോത പണ്ഡിതൻ ജീവിച്ചിരുന്നു. അദ്ദേഹത്തിന് ഒരു നാൾ കണ്ഠമാല എന്ന രോഗം പിടിപെട്ടു. അക്കാലത്തെ പ്രസിദ്ധ വൈദ്യനും ധന്വന്തരി ഉപാസകനുമായ ആലത്തൂർ നമ്പിയെ അദ്ദേഹം സമീപിച്ചു. കണ്ട മാത്രയിൽ തന്നെ ചികിത്സ ഫലിച്ചേക്കില്ല, ഈശ്വരസേവ ഫലിച്ചേക്കാമെന്ന് അദ്ദേഹം വിധിച്ചു. ദേഹം മുഴുവൻ വ്രണങ്ങൾ നിറഞ്ഞ അദ്ദേഹം 24 മാസം ക്ഷേത്രത്തിന് പുറത്തിരുന്നു ഭജനം നടത്തി. നീണ്ട 24 മാസത്തിനു ശേഷം തീർത്ഥത്തിൽ കുളിച്ച് വേദം ചൊല്ലി നമസ്കരിക്കാറായി. ഉച്ചപൂജാ സമയത്ത് നാരായണ സൂക്തം ചൊല്ലി നമസ്കരിക്കുമ്പോൾ ജ്വാലമാലാകുലം ഭാതി എന്ന് ചൊല്ലുന്ന സമയത്ത് നിത്യവും നട തുറക്കുകയും ജ്വാലമാലകളോടുകൂടി പരബ്രഹ്മസ്വരൂപത്തിൽ വിളങ്ങുന്ന ശ്രീ സംഗമേശ്വരനെ അദ്ദേഹം ദർശിക്കാറുണ്ട് എന്നത് സത്യമത്രേ. ആ അഗ്നി ജഠരാഗ്നിയായി ഭവിച്ച് അന്നത്തെ ഭുജിക്കുന്നവനായിത്തീരുന്നു. അങ്ങനെ ഭുജിച്ച ആഹാരത്തെ ജീർണിപ്പിച്ച് ശരീരത്തിലെ സർവ്വ അവയവങ്ങളിലും പകരുന്നവനായി സ്ഥിതി ചെയ്യുന്നു. എങ്കിലും സ്വയമേവ ജീർണിക്കാതെ മുകളിലേക്കും വിലങ്ങിനെയും താഴേക്കും ഇടവിടാതെ എങ്ങും വ്യാപിച്ചവനായിരിക്കുന്നു. സന്ദാപയതി സ്വം ദേഹമാപാദതലമസ്തകാൽ തസ്യ മധ്യേ വഹ്നിശിഖാ അണീയോർധ്വാവ്യവസ്ഥിതാ. ആ അഗ്നി സ്വശരീരത്തെ അടിതൊട്ടുമുടിയോളം ചൂടുള്ളതാക്കി മാറ്റുന്നു. ആ അഗ്നിയുടെ മധ്യത്തിൽ അത്യന്തം സൂക്ഷ്മവും മേൽപോട്ട് ചെല്ലുന്നതുമായ ഒരു ജ്വാല വിശിഷ്യ സ്ഥിതി ചെയ്യുന്നു. നീരതോയനമധ്യസ്ഥാ വിദ്യുല്ലേഖേവ ഭാസ്വരാ നിവാരശോകവത്തന്വീ വീരാഭാസാദ്യനോപമാ.
വന്യശിഖ നീലകാർമേഘ മധ്യത്തിൽ നിന്നുള്ള മിന്നൽ പിണർ പോലെ പ്രഭയാർന്നതും നവരനെല്ലിന്റെ കൂർത്ത അഗ്രം പോലെ നേരിയതായും മഞ്ഞ നിറമുള്ളതായും ഒരു അണുവിനെ പോലെയുള്ളതായും ആകുന്നു. തസ്യാ ശിഖായാ മധ്യേ പരമാത്മാ വ്യവസ്ഥിതാ യദ്വേദാദൗ സ്വരഃ പ്രോക്തോ വേദാന്തേ ച പ്രതിഷ്ഠിതാ. ആ വന്യശിഖയുടെ മധ്യത്തിൽ ജഗൽക്കാരനായ പരമാത്മാവ് വിശേഷണ സ്ഥിതി ചെയ്യുന്നു. ഇതിനെ തന്നെയാണ് വേദങ്ങളിലും ഉപനിഷത്തുകളിലും ഉറപ്പിച്ചു പറഞ്ഞിട്ടുള്ളത്. തസ്യ പ്രകൃതിഹീനസ്യ യഃ പരസമഹേശ്വരഃ സ ബ്രഹ്മ സ ഹരിഃ സ ശിവഃ സേന്ദ്രഃ സോക്ഷരഃ പരമസ്വരഃ. വന്ധ്യസദൃശനായി വിളങ്ങുന്ന ആ ആത്മാവിന്റെ മധ്യത്തിൽ പരമാത്മാവായ നാരായണൻ സ്ഥിതി ചെയ്യുന്നു. സൃഷ്ടികർത്താവായ ബ്രഹ്മാവും ലയകർത്താവായ ശിവനും സ്ഥിതികർത്താവായ വിഷ്ണുവും ദേവരാജാവായ ഇന്ദ്രനും ആ ആത്മാവ് തന്നെയാകുന്നു. നാശരഹിതനായി സ്വന്തം മഹിമാവിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന സർവാതീതനും സ്വതന്ത്രനും ഈശ്വരനും ഒന്നു തന്നെയാകുന്നു. സൃഷ്ടിസ്ഥിതിലയ കർത്താക്കളായ ബ്രഹ്മവിഷ്ണു ശിവന്മാരായും സ്വർഗാധിപതിയായ ഇന്ദ്രനായും സർവാത്മാവായും സർവേശ്വരനായും വിളങ്ങുന്ന ആ നാരായണനായ സംഗമേശൻ നമ്മുടെ എല്ലാം ഹൃദയത്തിൽ പ്രകാശിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഉദ്യമം അദ്ദേഹത്തിൻ്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു.